നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പത്തനംതിട്ട അടൂരിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ ഞെട്ടിക്കുന്ന അപകട വാർത്ത കേട്ടാണ് ഇന്ന് കേരളം ഉണർന്നത്. അധ്യാപികയും ആൺസുഹൃത്തും സഞ്ചരിച്ച കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് നിഗമനം. ആത്മഹത്യയാണെന്ന സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിലും സംഭവത്തിൽ ദുരൂഹത ഒഴിഞ്ഞിട്ടില്ല. ഈ വാർത്തയിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. എല്ലാവർക്കും സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി അടൂർ പട്ടാഴിമുക്കിലുണ്ടായ അപകടത്തിൽ അധ്യാപികയായ അനൂജ, സുഹൃത്ത് ഷാഹിം എന്നിവരാണ് മരിച്ചത്. 2 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. കാർ അമിത വേഗത്തിൽ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. അനൂജ മറ്റ് അധ്യാപകർക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങവേ ഷാഹിം വാഹനം തടഞ്ഞ് കാറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. ഇരുവരും 4 വർഷത്തിലേറെയായി അടുപ്പത്തിലായിരുന്നു എന്നാണ് പരിചയമുള്ളവർ വ്യക്തമാക്കുന്നത്. ആത്മഹത്യ ചെയ്യുമെന്ന് അനൂജ സഹ അധ്യാപികയോട് പറഞ്ഞതായാണ് വിവരം. നമ്മളിത് വേറെ ആക്സിഡന്റ് കേസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്ന വഴിക്കാണ് ഇത് കാണുന്നത്. നമ്മളിത് കണ്ടപ്പോൾ കണ്ടെയ്നർ സൈഡ് ഒഴിച്ചതാണ്, എന്നിട്ട് കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റുകയാണ്. പറഞ്ഞാൽ ഇടിയുടെ ആഘാതത്തിന് ഈ ഫ്രണ്ടിലിരുന്ന കുട്ടി ബാക്കിലാണ്, ഈ ടീച്ചർ ബാക്കിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്, അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടൂർ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് കൂടുതലുള്ള അധ്യാപകർ പറഞ്ഞത് ഇതുപോലെ അവർ വണ്ടി ബ്ലോക്ക് ചെയ്ത് വണ്ടി വിളിച്ചിറക്കിയതായിരുന്നു. ആദ്യം പറഞ്ഞ് ഇവരുടെ പക്ഷത്തിൻ്റെ മോനാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞ് പൊക്കി കഴിഞ്ഞാൽ അവർ ഒരു ടീച്ചറിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. വന്ന ടീച്ചർമാർ അവിടെ വെച്ച് തന്നെ പറഞ്ഞത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പറഞ്ഞായിരുന്നു. അവർ പോലീസിൽ അറിയിച്ചിരുന്നല്ലേ? അവർ പോലീസിൽ അറിയിച്ചിരുന്നു. അതേസമയം കാറിനുള്ളിൽ വെച്ച് ബലപ്രയോഗം നടന്നതായി സാക്ഷി പോലീസിന് മൊഴി നൽകി. ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് ഡോറ് 3-4 ട്രിപ്പ് ഓപ്പൺ ആവുകയും ആ വാഹനം കൺട്രോളല്ല, ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കൺട്രോളിലല്ലായിരുന്നു വാഹനം. ശാരീരികമായിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മൽപ്പിടുത്തം നടന്നിട്ടുണ്ടാകാനുള്ള 100% സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അതിൻ്റെ അകത്ത് കാല് ഒരു തവണ വെളിയിലേക്ക് വന്നു. അതായത് ഓടിക്കൊണ്ടിരുന്ന ഡോർ തുറന്ന് കാല് വെളിയിലേക്ക് വന്നെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സമാധാനപരമായിട്ട് കാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാളുടെ കാല് വെളിയിലേക്ക് വരില്ലല്ലോ. അപ്പോൾ അതിൽ ശാരീരികമായിട്ട് ഒരു ഉപദ്രവം അതിനകത്ത് നടന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, അങ്ങേയറ്റം ദുരൂഹത നിറഞ്ഞ സംഭവം. ഒരു അധ്യാപിക അവർ വിനോദയാത്രയ്ക്ക് പോകുന്നു. ആ വാഹനത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് മറ്റൊരാൾ അവരെ ഇറക്കിക്കൊണ്ടുപോകുന്നു. വാഹനത്തിനകത്ത് മൽപ്പിടുത്തം നടന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായി അധ്യാപിക സഹപ്രവർത്തകയോട് പറയുന്നു. ശശി നാരായണൻ ഇത് സംബന്ധിച്ച് അവിടെ അന്വേഷണങ്ങൾ നടത്തിയിരിക്കുമല്ലോ. എന്താണ് ആളുകൾ ഇതൊക്കെ സംബന്ധിച്ച് പറയുന്നത്? മനു, നമ്മൾ രാവിലെ അറിയുന്നത് ഒരു അപകടം നടന്നിട്ടാണ് അറിയുന്നത്. ആ അപകടത്തിൽ 2 പേർ മരിച്ചു. അതൊരു അധ്യാപികയും കൂടെയുള്ള സുഹൃത്തും മരിച്ചു എന്നാണ് നമുക്ക് ആദ്യം അറിയുന്നത്. കാരണം അത്തരമൊരു വിവരമാണ് ആദ്യം ലഭിക്കുന്നത്. പക്ഷേ പിന്നീടാണ് ഇത് കരുതിക്കൂട്ടിയ ഒരു ആത്മഹത്യയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അതിൻ്റെ ചില കാരണങ്ങൾ കൂടി വ്യക്തമാക്കുന്നു. കാരണം ഈ മരണമടഞ്ഞ അധ്യാപിക അനുജയും സുഹൃത്ത് ഹാഷിമും ഈ 2 പേരും സുഹൃത്തുക്കളാണ്. ഇവർ 4 വർഷം അവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ഇവർ 2 പേരും കൂടാണ് ഈ കാറ് ആക്സിഡൻറ്റ് മരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് പോലീസ് ഒരു അന്വേഷണം നടത്തുന്ന കൂട്ടത്തിലാണ് ഇവർ കരുതിക്കൂട്ടി ആത്മഹത്യ ചെയ്തതാകാമെന്ന് നിഗമനത്തിലെത്തുന്നത്. അത് കാരണം പറയുന്നത്, ഇന്നലെ അനുജ സഹ അധ്യാപകരുമായി തിരുവനന്തപുരത്ത് വിനോദസഞ്ചാരത്തിന് പോയിരുന്നു. അവിടുന്ന് രാത്രി തിരിച്ചു മടങ്ങി വരുമ്പോൾ ഏനാത്ത് വെച്ചാണ് ഈ സുഹൃത്തായ ഹാഷിം ഈ അനുജ അടക്കമുള്ള അധ്യാപകർ വരുന്ന കാറിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കാർ നിർത്തിയതിനു ശേഷം അനുജയെ കാറിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ തന്നെ അധ്യാപകർക്ക് കൂടുള്ള സുഹൃത്തുക്കളായ അധ്യാപകർക്ക് സംശയം തോന്നിയിരുന്നു. അവർ ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ബന്ധുവാണ് എന്നാണ് അനുജ പറഞ്ഞത്. തുടർന്ന് കാറിൽ കയറ്റി വളരെ വേഗത്തിലാണ് ഈ കാർ പാഞ്ഞു പോകുന്നത്. അതിനുശേഷമാണ് ഈ കണ്ടെയ്നർ ലോറിയിലേക്ക് അമിത വേഗത്തിൽ ഇടിച്ച് ആത്മഹത്യ ചെയ്തത്. കാരണം ഈ ഇത്തരത്തിലൊരാൾ ഈ വാഹനത്തിൽ നിന്ന് ഈ അനുജയെ കൊണ്ടുപോകുമ്പോൾ തന്നെ
ഈ അധ്യാപകർക്ക് സംശയമുണ്ടായിരുന്നു. അവർ ഈ ആക്സിഡന്റിന് ശേഷം അവർ അടൂർ ജനറൽ ആശുപത്രി ഇവരുടെ മൃതദേഹം എത്തിക്കുന്ന സമയത്തും ഇവരെത്തിയിരുന്നു. അപ്പോഴും സുഹൃത്തുക്കളായ ആൾക്കാർ ഇവർ ഈ നാട്ടുകാർ ഓടിക്കൂടിയ നാട്ടുകാരോടൊക്കെ പറയുന്നുണ്ട് അനുജ ആത്മഹത്യ ചെയ്യുന്ന കൂടി പറഞ്ഞിരുന്നു എന്ന ചില കാര്യം കൂടി അധ്യാപകർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ കരുതിക്കുട്ടി ആത്മഹത്യ ചെയ്തതാകാമെന്ന് പോലീസ് നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. കാരണം ഈ വാഹനം വളരെ വേഗത്തിൽ വരുമ്പോൾ തന്നെ എതിർദിശയിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ ലോറി ഒഴിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്നു ഡ്രൈവർ. പക്ഷേ എങ്കിലും ഈ കാറ് അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറിയാണ് ഇവർ അപകടത്തിൽപ്പെടുന്നത്. വളരെ തൽക്ഷണം തന്നെ കാർ പൂർണ്ണമായി നശിച്ച് തകർന്ന നിലയിലാണ്. തൽക്ഷണം തന്നെ ഇവർ പലപ്പോഴും നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം, നമ്മളൊരു വിഷാദമായ ഒരു സാഹചര്യത്തിലാണല്ലോ പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ചൊക്കെ ആളുകൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ഇവിടെ ഒരു ഉല്ലാസയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അതിനകത്ത് അവർ അങ്ങേയറ്റം സന്തോഷകരമായ ഒരു സാഹചര്യത്തിലായിരിക്കണം. അവിടുന്ന് പെട്ടെന്ന് പോയി ആത്മഹത്യ ചെയ്യാൻ അങ്ങനെ അതൊക്കെ സംശയങ്ങൾക്ക് വഴി നൽകുന്നില്ല. ഒപ്പം തന്നെ ഈ ആത്മഹത്യ ചെയ്യാൻ ഒരുപക്ഷെ തീരുമാനിച്ചു എന്ന് തന്നെ വിചാരിക്കുക. ഇവർ ഉല്ലാസയാത്രയ്ക്ക് പോകുന്നു, അതിൻ്റെ നടുവിൽ അടുത്ത സുഹൃത്ത് വരുന്നു, എന്നിട്ട് പിന്നെ പോയി ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരു അസ്വാഭാവികത കാണുന്നില്ലേ ശശിനാരായണൻ? മനു, ഈ ആത്മഹത്യ ചെയ്ത ഹാഷിമും ഒപ്പം ഈ അനുജയും 4 വർഷമായി അടുത്ത് ഇടപഴകുന്നവരാണ്. അനുജ വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവ് കൂടിയാണ്. ഹാഷിം അവിവാഹിതനാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു ബന്ധം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ തിരുവനന്തപുരത്ത് ഇന്നലെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ വണ്ടി ഇവർ വരുന്ന ട്രാവലർ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് കാറ് കൊണ്ട് നിർത്തിയ ശേഷമാണ് ഈ ഹാഷിം ഈ അനുജയെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നത്. അപ്പം തന്നെ ഈ അധ്യാപകർക്ക് സംശയം തോന്നിയിരുന്നു. അപ്പോൾ അധ്യാപകരോട് പറഞ്ഞ് എൻ്റെ ബന്ധുവാണെന്നാണ് അനുജ അവിടെ വ്യക്തമാക്കിയത്. തുടർന്നാണ് ഈ അമിത വേഗത്തിൽ ഓടിച്ചുകൊണ്ടുപോയി ഈ അപകടം ഉണ്ടാകുന്നത്. പക്ഷേ ഈ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ദൃക്സാക്ഷികളായ ആളുകൾ കാണുന്നുണ്ട്. ഇതിനകത്ത് പിടിവലി നടന്നതായും അനുജയുടെ മുൻസീറ്റിലിരുന്ന അനുജയുടെ കാലുകളൊക്കെ കാറിന് പുറത്ത് വരുന്ന ഡോറുകൾ പലവട്ടം തുറക്കുന്നതായിട്ടൊക്കെ ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായും ഇതിനകത്തൊരു പിടിവലി നടന്നതാകാം എന്നൊരു സംശയം കൂടിയുണ്ട്. ഒപ്പം ഈ ആത്മഹത്യ ചെയ്യണമെന്നൊരു ധാരണ ചിലപ്പോൾ ഒരു പക്ഷേ അനുജയ്ക്ക് അത്ര ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നിർബന്ധിച്ച് വാഹനം വേഗത്തിൽ ഓടിച്ച് കയറ്റി ആത്മഹത്യയിലേക്ക് നയിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അതായത് ഹാഷിം അത്തരത്തിലൊരു പ്രവണതയിലേക്ക് അനുജയെ കൂട്ടിക്കൊണ്ടു പോയതാകാമെന്നാണ് പോലീസിന്റെ സംശയം. കാരണം അനുജ അല്ലെങ്കിൽ ഇത്തരത്തിൽ കാറിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനകത്ത് അത്ര ഒരു ബലപ്രയോഗം നടത്തേണ്ട കാര്യമില്ല. മാത്രവുമല്ല ശശിനാരായണൻ, അവർ തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടാകണം. ഒരാൾ ഇപ്പോൾ വണ്ടി നിർത്താൻ ആവശ്യപ്പെടും, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കാണുന്നത്. ഈ കാറിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു ശ്രമം നടത്തുന്നത് മറ്റേയാളോട് വാഹനം നിർത്താൻ ആവശ്യപ്പെടുക, അപ്പോൾ അയാൾ നിർത്താതിരിക്കുക. അങ്ങനെ നിർത്താതിരിക്കുമ്പോൾ ആണല്ലോ ഈ വാഹനം തുറന്ന് മറ്റേയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പിടിവലിയിലേക്ക് നീങ്ങിയത് എന്ന ശശിനാരായണൻ്റെ അനുമാനം വളരെ ആളുകൾക്ക് വിശ്വസനീയം തന്നെ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് ഈ അനുജ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു, അങ്ങനെ ഒരു അവസ്ഥയിലാണ് താനെന്നൊക്കെ സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. പക്ഷേ ഷാഹിം അവരെ നിർബന്ധിച്ചു കൊണ്ടുപോയി പിന്നീട് ഇതുപോലെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്ന് പറയാൻ ആകുമോ? അതോ അവർ ഈ പിടിവലിക്കിടയിൽ നിയന്ത്രണം വിട്ട് കണ്ടെയ്നറിലേക്ക് ഇടിച്ച് കയറിയതാകാനും സാധ്യതയില്ലേ? മനു, അങ്ങനെ നമുക്ക് അനുമാനിക്കാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഈ ഇവരുടെ അമിത വേഗത്തിൽ ഈ കാറ് വരുന്ന കണ്ടുകൊണ്ട് ഈ കണ്ടെയ്നർ ഡ്രൈവർ വാഹനം ഒഴിച്ചതാണ്. ഇവർ അങ്ങോട്ട് ഡയറക്റ്റ് കയറി ഇടിക്കുകയായിരുന്നു. ആ വാഹനം കണ്ടെയ്നർ ക്ലീനർ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. വാഹനം ഒഴിച്ചിട്ടും ഇവർ മനഃപൂർവ്വം അമിത വേഗത്തിൽ കണ്ടെയ്നറിൽ പോയി ഇടിച്ചാണ് രണ്ടുപേരും മരിക്കുന്നത്. ഇവർ തമ്മിൽ 4 വർഷം കൊണ്ട് തന്നെ സുഹൃത്തുക്കളാണ്. അടുത്ത ബന്ധമുള്ള ഒരു പ്രദേശത്ത് താമസിക്കുന്നത്. ഒരാൾ അനുജ ഈ നൂറിനാടും ഈ മരിച്ച ഹാഷിം ഈ പറയുന്ന ചാരുമൂടുമാണുള്ളത്. അപ്പോൾ രണ്ടുപേരും ഒരു പ്രദേശത്ത് താമസിക്കുന്ന 4 ഹാഷിം ബസ്സിൻ്റെ ഡ്രൈവർ കൂടിയാണ്. അടുത്ത് സഹകരിക്കുന്ന ഇടപഴകുന്നവരാണ്. അപ്പം ചില സൗഹൃദങ്ങൾ കുറേ നാൾ കൊണ്ട് ഇവർ തമ്മിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ വാഹനത്തിൽ തടഞ്ഞു നിർത്തി തിരുവനന്തപുരത്ത് യാത്ര ചെയ്ത് അനുജ വരുന്ന സമയത്ത് വാഹനം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ട്രാവലർ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കാറ് നിർത്തിയാണ് അനുജ ആ കാറിനകത്ത് കയറ്റിക്കൊണ്ട് ഹാഷിം കൊണ്ടുവന്നത്. ആ സമയത്ത് തന്നെ അധ്യാപകർ ഈ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ബന്ധുവാണെന്നാണ് അനുജ പറഞ്ഞത്. പക്ഷെ പിന്നീട് ഉള്ള യാത്രയിലാണ്
ഈ പറയുന്ന രീതിയിൽ ഹാഷിം മദ്യപിച്ചിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താമെന്നുള്ള കാര്യം കാറിൽ വെച്ച് സംസാരിച്ച് കാണുമായിരിക്കാം. അതൊരു പിടിവലിയിലേക്ക് പിന്നെ പോയി കാണുമായിരിക്കാം. അത്തരം ആ പിടിവലിയുടെ ഒരു ഭാഗമായിരിക്കും ഈ ദൃക്സാക്ഷികൾ കാറിൻ്റെ ഡോറ് പലവട്ടം തുറക്കുകയും ഈ പറയുന്ന അനുജയുടെ കാറുകളടക്കം കാറിൻ്റെ വെളിയിലേക്ക് വരുന്ന കാഴ്ചയൊക്കെ കണ്ടതായി റോഡ് സൈഡിൽ നിന്ന ദൃക്സാക്ഷികൾ പറയുന്ന ചില മൊഴികൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിമുടി ഇത് ഒരു ദുരൂഹതയാണ്. ആദ്യം നമ്മൾ അപകടമായി അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയുകയാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാവുകയാണ്, അല്ലെങ്കിൽ അതല്ലാതെ മറ്റു മാർഗമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും അയാളോട് ചോദിക്കുമല്ലോ അതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ. അപ്പോൾ സഹപ്രവർത്തകരോട് ഒരുപക്ഷെ അനൂജ ഈ വിവരങ്ങൾ വെളിപ്പെടുത്തി കാണണം അല്ലേ, തൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്താണ് താൻ ആത്മഹത്യ ചെയ്യാൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം എന്ന കാര്യം സ്വാഭാവികമായും ആ സഹാധ്യാപികയോടൊക്കെ പറഞ്ഞിരിക്കേണ്ടതല്ലേ? ആ സഹ അധ്യാപകർ അക്കാര്യത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ അനുജ ആത്മഹത്യ ചെയ്യുമെന്ന കാര്യം സൂചിപ്പിച്ചതായിട്ടാണ് അധ്യാപകർ വെളിപ്പെടുത്തുന്നത്. കാരണം ഇന്നലെ ആശുപത്രി വന്ന അധ്യാപകർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. താൻ ആത്മഹത്യ ചെയ്യുമെന്ന് അനുജ സഹപ്രവർത്തകരോട് സൂചിപ്പിച്ചിരുന്നു. അതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് പ്ലാൻ ചെയ്തിനിയും ഇവർ ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ള കാര്യം നമ്മൾ വീണ്ടും സംശയിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾ നൂറിനാടും ഒരാൾ ചാറിമോടും അടുത്തടുത്ത പ്രദേശത്ത് താമസിക്കുന്നവരാണ്. കഴിഞ്ഞ 4 വർഷം ഇവർ തമ്മിൽ അടുത്തൊരു ബന്ധമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി പോലീസ് പരിശോധിക്കുമ്പോൾ ഇത് കരുതിക്കൂട്ടി ആത്മഹത്യ ചെയ്തതാണെന്നുള്ള ഒരു ധാരണയിലാണ് എത്തിയത്. എന്തായാലും പോലീസ് വിശദമായി ഇക്കാര്യം അന്വേഷിക്കുകയാണ്. ഒരു സാധാരണ അപകടം അത് പിന്നീട് ഒരു ആത്മഹത്യയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ചുരുളഴിയുന്ന ഒരു കേസിലേക്കാണ് ഇതിൻ്റെ അന്വേഷണം ഇന്ന് പോയത്. രാവിലെ ആദ്യം നമ്മൾ അറിയുന്നത് ഒരു വാഹനാപകടത്തിൽ 2 പേർ മരണപ്പെട്ടു, ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ് മരണപ്പെട്ടത് എന്നാണ് അറിയുന്നത്. പിന്നീട് ഇതിൻ്റെ അന്വേഷണം നടത്തുമ്പോഴാണ് കൃത്യമായി ഇവർ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു, സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നുവെന്നും 4 വർഷമായി ഇവർ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെ പിന്നീട് അറിയുകയും അമിത വേഗത്തിൽ മനഃപൂർവ്വം വാഹനത്തിലിടിച്ച് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായതൊക്കെ പിന്നീട് പോലീസിൻ്റെ ഒരു നിഗമനത്തിൽ നിന്ന് കണ്ടെത്തുന്ന തരത്തിലേക്കാണ് പിന്നീട് പോയത്. എന്തായാലും ഈ ആത്മഹത്യ ചെയ്യാൻ ഒരു പക്ഷേ അനുജയ്ക്ക് താല്പര്യമുണ്ടായി, ഈ പറഞ്ഞെങ്കിലും താല്പര്യക്കുറവുണ്ടായിരിക്കാം. അതായിരിക്കാം ദൃക്സാക്ഷി പറയുന്ന കാറിനകത്ത് വെച്ച് ഇവർ തമ്മിൽ ബലപ്രയോഗം നടന്നു എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ പറയുന്ന ആത്മഹത്യ ചെയ്യാമെന്ന് ഒരുപക്ഷെ ഹസീം പറഞ്ഞ കാര്യങ്ങൾ നിരാകരിച്ചുകൊണ്ടായിരിക്കും ഈ തർക്കം ഉണ്ടാവുകയും പിന്നീട് പിടിവലി ഉണ്ടാവുകയും ഡോറൊക്കെ കാറിന്റെ തുറക്കുകയായി കണ്ടതായിട്ടൊക്കെ ആൾക്കാർ പറയുന്നത്. പക്ഷെ എന്തായാലും അതോടൊപ്പം തന്നെ ശശിനാരായണൻ മറ്റൊരു കാര്യം കൂടി ആകാം. ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുന്നു, പക്ഷേ ഈ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നത് കണ്ട് സ്വാഭാവികമായി ഈ അധ്യാപിക ഭയപ്പെട്ടിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് പിന്മാറാനൊക്കെ അവർക്ക് തോന്നിക്കാണണം. അതേസമയം ഈ സുഹൃത്തിന് അത് ആത്മഹത്യ തന്നെ വേണം എന്ന നിലപാടുണ്ടായിരിക്കാം, നമുക്കറിയില്ല. ഏതായാലും ആ വേഗത, അമിത വേഗതയിൽ പോകുമ്പോൾ നമ്മളൊരു വാഹനത്തിനകത്തിരിക്കും, സ്വാഭാവികമായും നമ്മൾ ഭയപ്പെടുമല്ലോ. അതായിരിക്കാം ചിലപ്പോൾ അവർ കാറ് തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം അല്ലേ? തീർച്ചയായും അതുകൊണ്ടാണ് ഈ ദൃക്സാക്ഷി പറഞ്ഞത്. ഇവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചു, അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമം ഒരുപക്ഷെ അനുജ ശ്രമിച്ച് കാണുമായിരിക്കാം. അതാണ് ഡോറ് തുറക്കാനും ഡോറ് തുറന്ന കാല് വെളിയിലിടാനൊക്കെ ശ്രമം നടത്തിയതായി ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഈ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് കാറിനുള്ളിൽ വെച്ച് ഒരുപക്ഷെ പറഞ്ഞു കാണുമായിരിക്കാം. പക്ഷേ അത് പ്രതിരോധിക്കാനുള്ള ശ്രമം ഈ അനുജ നടത്തി കാണും. എന്തായാലും രണ്ടുപേരും. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്നു, ഒരാൾ വാഹനം തടഞ്ഞു നിർത്തി അതിൽ ഒരാളെ പിടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നു. ആ തർക്കത്തിനിടയിൽ ധാരാളം നമ്മൾ ചോദിക്കുന്നു. അപ്പോൾ മറ്റേയാൾ അത് എനിക്ക് വേണ്ടപ്പെട്ടയാളാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുവാണെന്നോ പറയുമ്പോഴും അത് ഈ കുടുംബത്തെ അറിയിക്കാൻ, അല്ലെങ്കിൽ സ്വാഭാവികമായും സഹപ്രവർത്തകർക്കൊക്കെ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ അറിയാനൊക്കെ സാധ്യതയില്ലേ? അപ്പോൾ കുടുംബത്തെ ഒക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? മനു, ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരത്ത് യാത്ര ചെയ്ത് മടങ്ങുന്ന സമയത്ത് തന്നെ ഈ കുളക്കടയിൽ വെച്ച് വാഹനം ക്രോസ് ചെയ്ത് ഹാഷിം ഈ അനുജയെ വാഹനത്തിൽ കയറ്റുമ്പോൾ തന്നെ ഒരു പന്തികേട് ഈ സഹപ്രവർത്തകർക്കായ അധ്യാപകർക്ക് തോന്നിയിരുന്നു. അവർ അപ്പോൾ തന്നെ ബന്ധുക്കളെ വിളിച്ച് അറിയിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം അറിഞ്ഞ് ആളുകൾ ഇടപെടുന്നതിന് മുമ്പ് തന്നെ ഈ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി അപകടം സംഭവിച്ചിരുന്നു. ഇവർ രണ്ടുപേരും മരിച്ചു. കാരണം അനുജയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ പിന്നീട് ഫോൺ നിശബ്ദമാകുന്നൊരു, കാരണം ഫോൺ എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അതിനു മുമ്പ് തന്നെ ഈ അപകടം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ വിവരം അധ്യാപകർ അറിയിച്ചിരുന്നു. പക്ഷേ എന്തായാലും അനുജ ഈ 2-3 ദിവസത്തിന് മുമ്പ് താൻ
ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊരു സൂചന സഹപ്രവർത്തകരെ അധ്യാപകരോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നു. എന്തായാലും വളരെ പ്ലാൻ ചെയ്ത് പോയ ഒരു ആത്മഹത്യയ്ക്ക് ഒരു പക്ഷേ ആ സമയത്ത് മരിക്കാൻ താല്പര്യം അനുജ കാണിച്ചില്ലായിരിക്കാം, അതാണ് പിടിവലി ഉണ്ടായെന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം, അത്തരത്തിൽ അനുമാനിക്കാം. എന്തായാലും 2 ജീവനുകൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പൊലിഞ്ഞിരിക്കുന്നു. വലിയ രീതിയിലൊരു ആക്സിഡൻ്റാണ്. കാരണം വാഹനം കണ്ടെയ്നർ ലോറി പ്ലാൻ ചെയ്ത് ഇടിച്ച് കയറുന്ന രീതിയിലാണ്. കാരണം അന്നേരം തന്നെ ഈ വാഹനത്തിൽ കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവർ ഈ വാഹനം ഒഴിച്ച് മാക്സിമം റോഡിൽ നിന്ന് ഒഴിച്ച് ഇത് അപകടത്തിൽപ്പെടാൻ ശ്രമിച്ചിട്ടും നേരിട്ട് വാഹനം ഓടിച്ച് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിസ്സാരമായൊരു അപകടത്തിൽ 2 പേര് മരിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത പിന്നീടുള്ള തുടരന്വേഷണത്തിലേക്ക് പ്ലാൻ ചെയ്ത ഒരു ആത്മഹത്യയിലേക്ക് പോവുകയാണ്. എന്തായാലും പോലീസ് ഒരു വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. അതിൽ ശശിനാരായണൻ ഒരു കാര്യം, ഈ ആത്മഹത്യക്ക് പല കാരണങ്ങളുണ്ട്. നമ്മൾ ഇത്തരം കേസുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ സാമ്പത്തിക ബാധ്യതകൾ ഉള്ളത് കൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങൾ അതിനെ തുടർന്ന് ഉണ്ടാകുന്ന അപമാന ഭയത്തെ തുടർന്ന് ആളുകൾ ആത്മഹത്യ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാതെ പോയതിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ആഗ്രഹം ചിലത് നടക്കാത്തതിൻ്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ആത്മഹത്യകൾ ചെയ്യാനുള്ള കാരണങ്ങൾ ഒരുപക്ഷെ നമുക്ക് അതിന് പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരുപക്ഷെ വളരെ ലളിതം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും ആളുകളെ ആത്മഹത്യയിലേക്കൊക്കെ തള്ളിവിടുന്ന സാഹചര്യം ഒട്ടനവധി ഉണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ? സാമ്പത്തികമായ കാര്യങ്ങളുണ്ടോ, അതോ മറ്റെന്തെങ്കിലും ഈ ബന്ധത്തെ സംബന്ധിച്ച് ആരെങ്കിലും അതിന് എതിർപ്പ് പറഞ്ഞിരുന്നതോ, അല്ലെങ്കിൽ അവരുടെ സൗഹൃദത്തെ ആരെങ്കിലും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതോ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ അത് വ്യക്തമായി അവർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകേണ്ടതല്ലേ? സ്വാഭാവികമായും അത്തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം 4 വർഷമായി ഇവർ തമ്മിൽ സൗഹൃദത്തിലാണെന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം ഒരു പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറാണ് ഈ മരണമടഞ്ഞ ഹാഷിം. ഈ അനുജ ഒരു ഗവൺമെൻറ് പത്തനംതിട്ട തുമ്പവൻ നോർത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. ഇവർ തമ്മിൽ 4 വർഷം കൊണ്ട് സൗഹൃദത്തിലാണ്. അപ്പോൾ അടുത്തൊരു ഇടപഴകുന്ന ഒരു രീതി ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിലപ്പോൾ മറച്ചു വെക്കുന്ന തരത്തിലോ എന്തെങ്കിലും ഇവർ തമ്മിൽ ഉണ്ടെന്നുള്ളതാണ് ഈ സഹപ്രവർത്തകർ അധ്യാപകർ പറഞ്ഞത്. അതൊക്കെ ഇപ്പോഴാണ് പുറത്തറിയുന്നത്, നമുക്ക് കൃത്യമായി അറിയില്ല. അത്തരം ചില സംസാരങ്ങൾ കൂടിയുണ്ട്. എന്തായാലും സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു, അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയില്ല. പക്ഷേ എന്തായാലും ഇവർ തമ്മിലൊരു വലിയ ബന്ധം, അടുത്തൊരു ബന്ധം, സൗഹൃദം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ തിരുവനന്തപുരത്ത് പോകുന്ന മടങ്ങുന്ന സമയത്ത് ഈ രാത്രി 10:30 വാഹനം കുളക്കട എത്തുന്നു. അവിടെ അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ കാറ് നിർത്തുമ്പോൾ അതിനകത്ത് ഇറങ്ങി ഉടൻ തന്നെ കയറിയതിന് ശേഷം ഈ അധ്യാപകർ കണ്ടിട്ടില്ലാത്ത ആളെന്ന നിലയ്ക്ക് നോക്കും പറയുന്നത് എൻ്റെ ബന്ധുവാണെന്ന് അനുജ പരിചയപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാറിൽ കയറി അനുജ വീണ്ടും പോകുന്നത്. അപ്പോൾ ആ പോകുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാവുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഇതിനകത്ത് ഇവർ തമ്മിലൊരു 4 വർഷത്തോളമുള്ള ഒരു ചില ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ. അത് പക്ഷേ ഈ അധ്യാപകർക്ക് അറിയില്ലായിരുന്നു എന്ന് വേണം അനുമാനിക്കാനല്ലേ? സഹപ്രവർത്തകർക്ക് അറിയില്ലായിരുന്നിരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ അവർ ഇതാരാണ് എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അത് മറ്റു പലർക്കുമായിരിക്കണം അത് സംബന്ധിച്ചുള്ള അറിവ് ഉണ്ടായിട്ടുള്ളത്, അല്ലേ? തീർച്ചയായും. ഇപ്പോൾ ഈ അപകടത്തെ തുടർന്ന് ഇപ്പം അനുജ മരിച്ചതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. അത് ചിലപ്പോൾ അവിടുത്തെ പരിസരവാസികൾക്കോ നാട്ടുകാർക്കോ അറിയാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ അനുജ മരിച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ച് പോലീസിൻ്റെ ഒരു സംശയമാണ് ഈ കാര്യത്തിലേക്ക് എത്താൻ കാരണം. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് ഇത് അപകടമായി തള്ളിക്കറിയേണ്ട മാത്രം ഒരു വാർത്തയായി വേണ്ട. അവിടെ ഇത് പോലീസിൻ്റെ കൃത്യമായ ഒരു അന്വേഷണവും നിരീക്ഷണമാണിത് ഇത്തരത്തിൽ പ്ലാൻ ചെയ്ത ഒരു ആത്മഹത്യയാണ് എന്ന് കണ്ടെത്താൻ കാരണം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഈ നാട്ടുകാർക്കോ മറ്റാളുകൾക്കോ ഈ നേരത്തെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയണമെന്നില്ല, അത്തരം കാര്യങ്ങൾ പങ്കുവെച്ചിട്ടുമില്ല. പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ, അറിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ സാമ്പത്തിക ഇടപാടുകളും മറ്റിവർ സൗഹൃദത്തിനിടയിൽ പല കാര്യങ്ങളും ഇവർ തമ്മിൽ ചില കാര്യങ്ങളൊക്കെ പരസ്പരം കൈമാറുകയും അതൊക്കെ ഉണ്ടാകുമായിരിക്കും. അത്തരം ഇടപാടുകൾ ഉണ്ടായിരിക്കാം സുഹൃത്തുക്കൾ എന്ന നിലയ്ക്ക്. അപ്പോൾ അത്തരത്തിലാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഇഷ്ടം ഒക്കെ ഒരുപക്ഷെ കാണാം, പരസ്പര ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത്തരം കാര്യങ്ങളിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ആത്മഹത്യയിലേക്ക് പോലീസിന്റെ ഒരു അന്വേഷണം കൂടുതൽ എങ്ങനെ നീങ്ങുമെന്നാണ് കരുതേണ്ടത്? ഇതിൽ ആർക്കെങ്കിലും വ്യക്തമായ എന്തെങ്കിലും പരാതി ഉന്നയിച്ച് ബന്ധുക്കളോ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? കാരണം ഇത് സ്വാഭാവികമായി 2 പേർ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം കഴിഞ്ഞാൽ പോലീസിന് ഇത് കുറെ കൂടി വിശദമായി അന്വേഷിക്കണം എന്ന് ഒരു ആവശ്യം
ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഉയരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ആ ബന്ധുക്കളുമൊക്കെ അത് സംബന്ധിച്ച് സ്വാഭാവികമായും അവരൊക്കെ ഒരു തീരുമാനമെടുക്കാനൊക്കെ ഉള്ള സമയമാകുന്നേ ഉള്ളൂ. എങ്കിലും അങ്ങനെയൊക്കെ ഉള്ള പരാതികൾക്ക് ഇടയുണ്ടോ? തീർച്ചയായും അങ്ങനെ ഉണ്ടാവും. കാരണം ഇതുവരെ ബന്ധുക്കളെ രംഗത്ത് ഇത്തരം കാര്യങ്ങളുമായി പരാതിയുമായി രംഗത്ത് വന്നിട്ടെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള, കാരണം ചിലപ്പോൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ പരസ്പരം പങ്കുവെക്കാനോ ബന്ധുക്കൾ തയ്യാറാകില്ല. എന്തായാലും ആ കാര്യത്തിലൊരു നിജസ്ഥിതി ഈ ആത്മഹത്യക്ക് ഉണ്ടാവാനുള്ള കാര്യം, ഇത്തരം ചില കാര്യങ്ങൾ ഉള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ബന്ധുക്കൾ ശ്രമിക്കും. ആ തരത്തിൽ അവർ നീങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പോലീസിൻ്റെ കണ്ടെത്തലുകൾ ഇത്തരത്തിൽ വന്ന സ്ഥിതിക്ക് തീർച്ചയായും ബന്ധുക്കൾ ആ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടോ ഇവരുള്ള ചില ബന്ധങ്ങളോ കാര്യങ്ങളൊക്കെ എന്താണ് ഈ ആത്മഹത്യക്ക് കാരണം എന്നുള്ള കണ്ടെത്തുക എന്നുള്ള കാര്യം പോലീസിനും ഒപ്പം ബന്ധുക്കളും അറിയാൻ താല്പര്യമുണ്ട്. അവർ ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഇതിന് കൃത്യമായി അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, വളരെ വ്യക്തമാണ്. ഇനി ഒരുപക്ഷെ ഇവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ മറ്റാരെയെങ്കിലും ഭയന്നിരുന്നോ, അങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് ഈ രണ്ടുപേരും മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്ന് കരുതാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ഗവർണർ നിയമിച്ച അന്വേഷണ കമ്മീഷന്റെ നടപടികൾ ഉടൻ ആരംഭിക്കും. ഹൈക്കോടതി മുൻ ജഡ്ജ് എ ഹരിപ്രസാദിനെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. റിട്ടയർഡ് ഡിവൈഎസ്പി VG കുഞ്ഞൻ അന്വേഷണത്തിൽ കമ്മീഷനെ സഹായിക്കും. സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിച്ച വെറ്റിനറി സർവകലാശാല VC KS അനിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും അറിയിച്ചു. സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളെ കണ്ടു, അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടിട്ടുണ്ട്. എൻ്റെ ഭാഗത്ത് ചെയ്യാവുന്ന എല്ലാം ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ അന്വേഷണം അതിൻ്റെ വഴിക്ക് നിൽക്കുകയാണ്. അപ്പോൾ അന്വേഷണം ഇന്നലെ ജുഡീഷ്യൽ കമ്മീഷൻ പാസ്സായിട്ടുണ്ടല്ലോ. കുടുംബത്തിന് കൺസേൺ ഇതിങ്ങനെ ആ നേരത്തെ ഒരു പിള്ളേരുടെ പ്രശ്നം വന്നതിൻ്റെ ഒരു വിഷമം പറഞ്ഞു. എന്തായാലും എല്ലാം ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പരിധിയിൽ വന്നു കഴിഞ്ഞു. അപ്പം അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഇനിയൊന്നും സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. യെസ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഡാൻ കുര്യൻ നമുക്ക് നൽകും. ഡാൻ, ഇതിൻ്റെ ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. കൂടുതൽ എന്തെങ്കിലും അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ അന്വേഷണ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം? മാത്രമല്ല, ഗവർണർ വലിയ താല്പര്യം ഈ വിഷയത്തിൽ എടുത്തു എന്ന സൂചന കൂടിയാണ് നമുക്ക് ഈ അന്വേഷണ കമ്മീഷൻ്റെ നിയമനത്തിലൂടെ കാണാൻ കഴിയുന്നത്. സർവകലാശാല ഈ അന്വേഷണ കമ്മീഷൻ്റെ ചെലവുകൾ വഹിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ടേംസ് ഓഫ് റെഫറൻസുകൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ എന്തെങ്കിലും ആവശ്യകതയുണ്ടോ? ഡാൻ, എങ്ങനെയാണ് ഈ പുതിയ അന്വേഷണ കമ്മീഷൻ്റെ അധികാര പരിധിയൊക്കെ വിശകലനം ചെയ്യുന്നത്? മനു, ഗവർണർ ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ, അതായത് CBIക്ക് കേസ് കൈമാറുന്ന തരത്തിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ അന്വേഷണ കമ്മീഷനെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന A ഹരിപ്രസാദിനെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ചുമതലയേൽപ്പിക്കുന്ന തരത്തിലൊരു കമ്മീഷനെ നിയോഗിച്ചതിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇക്കാര്യത്തിൽ ഗവർണർ തൻ്റേതായ ശൈലിയിൽ ഒരു അന്വേഷണവുമായി നടപടിയുമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 മാസത്തിനകം ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ. അവിടെയാണ് റിട്ടയർഡ് ഡിവൈഎസ്പി VG കുഞ്ഞൻ്റെ കൂടി സഹായം ഈ റിട്ടയർഡ് ജഡ്ജിക്ക് നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണ കമ്മീഷൻ പ്രധാനമായി ഈ ദുരൂഹ മരണം സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനൊപ്പം അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്ത് തരത്തിലുള്ള നടപടികളാകണം ക്യാമ്പസിൽ ഉണ്ടാകേണ്ടത്, ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ പരിധിയിൽ വരും. ഈ ടേംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് രാവിലെ പൂക്കോട് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതല ഏറ്റെടുത്ത KS അനിൽ അദ്ദേഹം സിദ്ധാർത്ഥൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ പ്രതികരിച്ചത്. അന്വേഷണം പുരോഗമിക്കുന്ന ഒരു ഘട്ടം ആയതിനാൽ ഈ അന്വേഷണ പരിധിയിൽ വരുന്ന മറ്റ് വിശദാംശങ്ങളെക്കുറിച്ചൊന്നും പ്രതികരണത്തിന് VCയും തയ്യാറായില്ല. അദ്ദേഹം വ്യക്തമാക്കിയത് കുടുംബത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും അദ്ദേഹം നേരിട്ട് കണ്ട് അറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാ വിഷമങ്ങൾക്കും ഒപ്പം സർവകലാശാലയുമുണ്ട്. ഇനി അവർക്ക് നീതി നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി VCയുടെ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫിനെയും മാറ്റിക്കൊണ്ട് പുതിയ ജീവനക്കാരെ ആയിരിക്കും
KS അനിലിനൊപ്പം ഇനി പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ഉണ്ടാകുക എന്ന കാര്യവും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന അന്വേഷണ കമ്മീഷന്റെ മുഴുവൻ ചെലവുകളും സർവകലാശാല തന്നെ, വെറ്ററിനറി സർവകലാശാല തന്നെ വഹിക്കും എന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണ ഈ എൻക്വയറി കമ്മീഷന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളുമായി സർവകലാശാല സഹകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതിനുശേഷം ജയപ്രകാശ്, സിദ്ധാർത്ഥന്റെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്, 2 VC-മാർ ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളിൽ ഇടപെട്ടു. അവരെല്ലാവരും കാര്യങ്ങൾ ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണ് ശരിയാക്കിയതെന്ന് എല്ലാവരും കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ പുതുതായി നിയമിക്കപ്പെട്ടിരിക്കുന്ന VC-യുടെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണ ലഭിക്കും എന്ന് തന്നെയാണ് അദ്ദേഹവുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം തങ്ങളുടെ മകന് നീതി വാങ്ങിത്തരുന്നതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പിന്തുണ ഉണ്ടാകും എന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ജയപ്രകാശ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും CBIക്ക് അന്വേഷണം കൈമാറിയെന്ന് പറഞ്ഞ് വലിയ ആഴ്ചകൾക്ക് ശേഷവും ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതിരുന്നതിന്റെ പേരിൽ ആഭ്യന്തര വകുപ്പിനടക്കം വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതിന് പിന്നാലെയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് എൻക്വയറി കമ്മീഷനെ നിയമിക്കാനുള്ള ഒരു നടപടി ഉണ്ടായത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എൻക്വയറി കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും നടക്കുക എന്നത് ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിനെയുമൊക്കെ വലിയ തരത്തിൽ ചോദ്യമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നും വേണ്ട. മനു. യെസ് ഡാൻ, ഈ അന്വേഷണ കമ്മീഷൻ ഏതായാലും പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നാണ് ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം സ്വാഭാവികമായും ഈ കമ്മീഷന് ഈ രക്ഷിതാക്കളുടെ മൊഴിയെടുക്കേണ്ടി വരും, സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കേണ്ടി വരും, മറ്റ് ആളുകളെ സംബന്ധിച്ച് അവരിൽ നിന്നൊക്കെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ രേഖപ്പെടുത്തേണ്ടി വരും. തുടർന്ന് ആവശ്യമുള്ള ആളുകളെ വിളിച്ചു വരുത്താൻ കമ്മീഷന് അധികാര പരിധി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമായിരിക്കും ആത്യന്തികമായ ഒരു ധാരണയിലേക്ക് കമ്മീഷൻ എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ നടപടികൾ 3 മാസം കൊണ്ട് തീരുന്ന തരത്തിലേക്ക് അതിവേഗതയിൽ നടത്താൻ കഴിയും എന്നാണോ കരുതേണ്ടത്? അത് ഏതായാലും ഗവർണർ വലിയ തോതിൽ താല്പര്യമെടുത്തൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ, വസ്തുതകളൊക്കെ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ട് അല്ലേ? മനു, നമ്മൾ ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ട കാര്യം, സർക്കാർ ഈ ഗവർണറും SFIയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. സംസ്ഥാനത്തിൻ്റെ തെരുവുകളിൽ ഗവർണറെ തടയുന്ന തരത്തിലേക്ക് SFIയുടെ പ്രതിഷേധ ശൈലികൾ മാറി. കാലിക്കറ്റ് സർവകലാശാലയിലും കേരള യൂണിവേഴ്സിറ്റിക്ക് മുമ്പിലുമൊക്കെ ഗവർണർക്ക് നേരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി SFI പ്രവർത്തകർ ഓടിയെടുക്കുന്ന സാഹചര്യം, അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ ആക്രോശിച്ചുകൊണ്ട് അടുക്കുന്ന സാഹചര്യം, ഇതിനൊക്കെ എതിരെ ഗവർണർ വലിയ തരത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് CRPF സുരക്ഷ വരെ ഒരുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം സംഭവിക്കുന്നത്. സ്വാഭാവികമായി SFIയോട് വലിയ തരത്തിലുള്ള ഒരു വ്യക്തിപരമായ ഒരു വിമർശനം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സിദ്ധാർത്ഥന്റെ ദുരൂഹമരണം ഉണ്ടാകുന്നത്. അവിടെ ആരോപണ വിധേയരായ SFI പ്രവർത്തകർക്ക് നേരെ സ്വാഭാവികമായി ഗവർണർ വ്യക്തിപരമായ ഒരു താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുകയും അവിടെ എൻക്വയറി കമ്മീഷനെ നിയോഗിക്കുന്ന തരത്തിലേക്ക് ഗവർണറുടെ ഇടപെടൽ നീളുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ ആരോപണ വിധേയരായ 33 വിദ്യാർത്ഥികളെ സസ്പെൻഷൻ പിൻവലിച്ച് തിരികെ എടുക്കാനുള്ള നടപടിയിലേക്ക് A. ശശീന്ദ്രനാഥ് അദ്ദേഹം കടന്നത്. പക്ഷേ അതിനെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയ ഗവർണർ ആ നടപടി മരവിപ്പിക്കാൻ നിർദ്ദേശം നൽകി. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് വ്യക്തിപരമായ കാരണങ്ങളാൽ ആണ് എന്ന പേരിൽ രാജി സമർപ്പിക്കുകയും ചെയ്തു. അതായത് അവിടെയൊക്കെ കൃത്യമായി ഗവർണറുടെ നേരിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻക്വയറി കമ്മീഷൻ ഏത് തരത്തിലായിരിക്കും ഇതിൻ്റെ തുടർ നടപടികളുമായി മുമ്പോട്ട് പോവുക എന്ന ചോദ്യമുണ്ട്. അവിടെ കൃത്യമായി സഹപാഠികളെ അടക്കം മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയേക്കാം, അധ്യാപകരെ വിളിച്ചു വരുത്തിയേക്കാം. ആ സമയത്ത് ചുമതലയിലുണ്ടായിരുന്ന പ്രിൻസിപ്പൽ, ഡീൻ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത തന്നെയാണ്. നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ പേരാമ്പ്ര അനു വധക്കേസിൽ പ്രതി മുജീബ് റഹ്മാന്റെ ഭാര്യ റൌഫീനയും അറസ്റ്റിൽ. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് അറസ്റ്റ്. മോഷണ സ്വർണം വിറ്റ 1,43,000 രൂപ റൌഫീനയ്ക്ക് മുജീബ് നൽകിയിരുന്നു. ഈ പണം ഉപയോഗിച്ച് വാഹനം വാങ്ങാനും ഇരുവരും ശ്രമിച്ചു. പോലീസ് എത്തുമെന്നറിഞ്ഞതോടെ റൌഫീന പണം കൂട്ടുകാരിക്ക് കൈമാറി. ഈ പണം പോലീസ് പിന്നീട് കണ്ടെടുത്തു. കൃത്യം നടന്നതിനെക്കുറിച്ച് റൌഫീനയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. MS അനീഷ് കുമാർ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. അനീഷ്, ഒരുപക്ഷെ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച, അത്ഭുതപ്പെടുത്തിയ ഒരു കേസായിരുന്നു ഈ അനുവധം. ഒരു പെൺകുട്ടി
അവരേക്ക് ലിഫ്റ്റ് നൽകുന്നു. പിന്നീട് അവരെ മരിച്ച നിലയിൽ കാണുന്നു. അതിനുശേഷം നടന്ന അന്വേഷണത്തിലാണ് മുജീബ് റഹ്മാൻ എന്ന ഈ വലിയ കുറ്റവാളിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഇപ്പോൾ ഭാര്യ റൌഫീനയും അറസ്റ്റിൽ ആയിരിക്കുന്നു. ഇവർ പരസ്പരം അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവമൊക്കെ നടന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏത് സാഹചര്യത്തിലേക്കാണ് ഇനി സംഗതികൾ നീളുന്നത്? റൌഫീനയുടെ പങ്ക് എത്രമാത്രമുണ്ട്? അവരിത് അറിഞ്ഞു മറച്ചുവെച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിനൊക്കെ ഒരു പിന്തുണ നൽകി എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ടോ? തീർച്ചയായും മനു, കാരണം ഈ കേസിൽ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം മറയ്ക്കുന്നതിനായി ഏറെ ശ്രമങ്ങൾ ഈ റൌഫീനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ തന്നെ അതിസാഹസികമായാണ് ഈ മുജീബ് റഹ്മാനെ പോലീസ് ഈ കൊണ്ടോട്ടിയിലെ വീട്ടിൽ നിന്നും പിടികൂടിയത്. അന്ന് തന്നെ ചില ദുരൂഹതകൾ ഉണ്ടായിരുന്നു. കാരണം മുജീബ് അന്ന് ഉപയോഗിച്ചിരുന്ന വസ്ത്രം കത്തിക്കുന്നതിനുള്ള ചില ശ്രമങ്ങൾ റൌഫീനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പോലീസ് പിന്നെ ഇക്കാര്യത്തിൽ സംശയം തോന്നി പരിശോധിച്ചപ്പോൾ ഭാഗികമായി കത്തിയ നിലയിൽ ഈ വസ്ത്രം അന്ന് ഈ കൃത്യം നടത്തുന്ന അന്ന് മുജീബ് റഹ്മാൻ ധരിച്ച വസ്ത്രം കണ്ടെത്തിയിരുന്നു. കാരണം അന്ന് ഈ വസ്ത്രം നനഞ്ഞിരുന്നു. തോട്ടിൽ മുക്കിക്കൊന്ന് ശേഷം ആ സമയത്ത് വസ്ത്രം നനയുകയൊക്കെ ചെയ്തിരുന്നു. ആ വസ്ത്രത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് അന്നേ പോലീസിനൊരു ബോധ്യമുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് വളരെ വിശദമായി ഈ അനുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അപഹരിക്കുകയും അത് വിൽക്കുകയും ചെയ്തപ്പോൾ ലഭിച്ച പണം എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് പോലീസ് ചോദിച്ചത്. 1,43,000 രൂപയാണ് ഇത്തരത്തിൽ ഈ സ്വർണം വിറ്റപ്പോൾ ലഭിച്ചത്. ഈ പണം താൻ ചീട്ട് കളിച്ച് കളഞ്ഞു എന്ന രീതിയിലാണ് ആദ്യം പ്രതി മൊഴി നൽകിയത്. ഭാര്യയ്ക്ക് കുറ്റകൃത്യത്തിലുള്ള പങ്കിനെക്കുറിച്ച് കൃത്യമായി മറച്ചു വയ്ക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് വളരെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയപ്പോഴാണ് റൌഫീനയ്ക്ക് ഈ പണം നൽകിയതെന്നും ഈ പണം ഉപയോഗിച്ച് ഒരു കാർ വാങ്ങുന്നതിനുള്ള ആലോചനകൾ നടത്തിയെന്നും വ്യക്തമാകുന്നത്. പിന്നീട് ഈ കേസിൽ മുജീബ് അറസ്റ്റിലായതോടുകൂടി റൌഫീന ഈ പണം കൂട്ടുകാരി ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഇക്കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ റൌഫീനയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം കൂട്ടുകാരെ അടക്കം ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ഈ സ്വർണം വീണ്ടെടുക്കേണ്ടതുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ പോലീസ് കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ റൌഫീനെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ റിമാൻഡിലാണ് മുജീബ് റഹ്മാൻ. ഇയാളെ കൊണ്ട് ഈ കൃത്യം നടത്തിയ പേരാമ്പ്രയിലെ ഈ തോടിനടുത്തുള്ള സ്ഥലം, ഈ ബൈക്ക് മോഷ്ടിച്ച സ്ഥലം, സ്വർണം വിൽക്കാൻ പോയ സ്ഥലം എന്നിവിടങ്ങളിലൊക്കെ പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കൂടുതൽ അന്വേഷണങ്ങൾ ഇയാളുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 50-ലധികം കേസുകളിൽ ഇയാൾ പ്രതിയാണ് എന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിൽ മോഷണ കുറ്റമാണ് ഏറെയുമുള്ളത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വസ്തുവകകൾ മോഷ്ടിക്കുക അല്ലെങ്കിൽ വാഹനങ്ങൾ മോഷ്ടിക്കുക എന്നതൊക്കെ ഇയാളുടെ ഒരു സ്ഥിരം ശൈലിയായിരുന്നു. ഒപ്പം ബലാത്സംഗ കേസുകൾ, കൊലപാതക കുറ്റം എന്നിവയുമൊക്കെ ഇയാളുടെ മേൽ ചുമത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട കൂടുതൽ നടപടിക്രമങ്ങൾ പോലീസ് നടത്തുന്നു. ഒരു ആക്രിക്കടയിലെ സാധന സാമഗ്രികൾ മോഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇയാൾ പുറത്തിറങ്ങി ഇത്തരം ഒരു കുറ്റകൃത്യം നടത്തിയത്. ഈ അനൂപ് കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രാഥമികമായ വിവരങ്ങൾ ലഭിച്ചപ്പോൾ തന്നെ ഒരു ക്രൂരമായ കൊലപാതകമാണ് നടന്നത് എന്ന് പോലീസിന് വ്യക്തമായിരുന്നു. ഇതിൽ കൊലപാതകം നടത്തിയത് ഈ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനാണ് എന്ന കണ്ടെത്തലും പോലീസ് നടത്തി. കാരണം മൃതശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒപ്പം മുട്ടോളം മാത്രം വെള്ളത്തിലാണ് അനുവിനെ മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്ത്. പിന്നീട് CCTV ദൃശ്യങ്ങളിൽ നിന്നും ചില ധാരണകൾ ഇയാൾ സഞ്ചരിച്ച ബൈക്കിനെ കുറിച്ച് പോലീസിന്, ചുവന്ന നിറത്തിലുള്ള ബൈക്കിനെ കുറിച്ച് പോലീസിന് ലഭിച്ചു. ഈ ബൈക്ക് അന്വേഷിച്ചെത്തിയപ്പോഴാണ് കണ്ണൂരിലെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബൈക്ക് ഇയാൾ മോഷ്ടിച്ച് കൊണ്ടുപോയതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത്. സമീപത്തെ വീട്ടിൽ നിന്നും ഹെൽമറ്റും ഇയാൾ മോഷ്ടിച്ചിരുന്നു. ഇത്തരത്തിൽ വാഹനങ്ങൾ മോഷ്ടിച്ച് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരെക്കുറിച്ചുള്ള അന്വേഷണം, അതാണ് ഈ മുജീബ് റഹ്മാനിലേക്ക് പോലീസിന് എത്താൻ സഹായമായതും ഈ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും മുജീബ് റഹ്മാൻ തൻ്റെ ഭാര്യയോട് ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ രീതിയിൽ ലഭിച്ച പണമാണ്, അല്ലെങ്കിൽ ക്രൂരമായൊരു കൊലപാതകം നടത്തി ലഭിച്ച സ്വർണം വിറ്റ് കിട്ടിയ പണമാണ് തൻ്റെ പക്കലുള്ളതെന്നും അറിഞ്ഞിട്ടും യാതൊരു കൂസൽ ഉണ്ടാവാതിരിക്കുകയും ഈ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരം അറിഞ്ഞിട്ടും അത് പുറത്തൊരാളോട് പോലും പറയാൻ തയ്യാറാവാതെ ഭർത്താവിനെ രക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഇയാൾ നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് നിലവിൽ ഈ സ്ത്രീക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മനു, അനീഷ്, ഇതിലൊരു സുപ്രധാന കാര്യം, ഇയാളൊരു
കൊടും കുറ്റവാളിയാണ് എന്ന് നമുക്കറിയാം. അനീഷ് തന്നെ സൂചിപ്പിച്ചു, 50ഓളം കേസുകളിൽ പ്രതിയാണ്. നേരത്തെ ഒരു സുപ്രധാനമായ ഒരു കേസുണ്ടായിരുന്നു. ഒരു വയോധികയെ ഇയാൾ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം നേരത്തെ ഉണ്ടായിരുന്നു. അന്ന് ഈ വേണ്ടത്ര രീതിയിൽ ഗൗരവത്തോടെ ഒരുപക്ഷെ പോലീസ് ഈ കേസ് കണ്ടില്ല എന്നൊരു സംശയം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അങ്ങനെയൊക്കെ ഒരു കുറ്റവാളി വീണ്ടും നാട്ടിൽ കറങ്ങി നടക്കുന്ന തരത്തിലേക്ക് വന്നു എന്നതാണ് ആ വീഴ്ച. അപ്പോൾ ഈ കേസിൽ ഇനിയെങ്കിലും കൂടുതൽ ജാഗ്രതയോടെ നീങ്ങാനുള്ള ഒരു ഉത്തരവാദിത്വം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? ഇത് ഇയാൾക്ക് പിന്തുണ നൽകുന്ന, പ്രത്യേകിച്ച് ഈ സഹായം നൽകുന്ന, ഈ കുറ്റകൃത്യങ്ങൾ മറയ്ക്കാൻ, തെളിവ് നശിപ്പിക്കാൻ ഒക്കെ ഇയാൾക്ക് ഒത്താശ ചെയ്യുന്ന സംഘങ്ങൾ, അല്ലെങ്കിൽ അത് ഭാര്യയായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധുക്കൾ, അയൽക്കാർ, ആരെങ്കിലും ആകട്ടെ, അവരെയൊക്കെ തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ഫലപ്രദമായ നീക്കം ഇത്തവണ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് അനുമാനിക്കാനാകുമോ? തീർച്ചയായും അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടാണ് ഇയാളുടെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത്. ഒരു ജ്വല്ലറി ഉടമയെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിലായിരുന്നു, അല്ലെങ്കിൽ തലക്കടിച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ഇയാൾ പ്രതി ചേർക്കപ്പെട്ടത്. എന്നാൽ വിസ്താരം വിചാരണയും ഒക്കെ കേസിൽ നടക്കുകയും ഇയാളെ കേസിൽ വെറുതെ വിടുകയുമായിരുന്നു. അതായിരിക്കാം ഒരുപക്ഷെ പിന്നീട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഊർജ്ജം ഇയാൾക്ക് ലഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു നേരത്തെ സൂചിപ്പിച്ച മുക്കത്തെ കേസാണ്. ഒരു വയോധികയായ സ്ത്രീയെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോവുകയും ആ സ്ത്രീ ഈ സമാനമായ രീതിയിൽ തന്നെ നടന്ന രീതിയിൽ തന്നെ വഴിയിൽ കൂടി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ വരുന്ന ഒരു സ്ഥലത്ത് ഇറക്കാം എന്ന ഒരു പറയുകയും ആ വാഹനത്തിൽ കയറ്റുകയുമായിരുന്നു. പിന്നീട് വഴിയിൽ ഓട്ടോറിക്ഷ കേടായി എന്ന വ്യാജേന വാഹനം നിർത്തുകയും ഈ വയോധികയായ സ്ത്രീയുടെ തലക്കടിച്ച് അവരെ ബോധരഹിതയാക്കുകയും ചെയ്തു. പിന്നീട് ഈ ഓട്ടോറിക്ഷയുടെ രണ്ട് വശത്തെയും പാളികൾ, ഈ ഷട്ടർ ഭാഗങ്ങളൊക്കെ മറ താഴ്ത്തിട്ട ശേഷം പിന്നീട് ഒരു വിജനമായ സ്ഥലത്തേക്ക് ഈ വയോധികയെ കൊണ്ടുപോകും ക്രൂരമായി ബലാത്സംഗത്തിന് വിധേയമാക്കുകയുമായിരുന്നു. പിന്നീട് ആണ് ഈ സംശയം തോന്നിയ പോലീസാണ് പല ആളുകളുടെയും ചിത്രങ്ങൾ കാണിച്ചപ്പോൾ അതിൽ മുജീർ റഹ്മാന്റെയും ദൃശ്യങ്ങൾ കാണിക്കുകയും ഈ വയോധിക ഈ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്ത് ആ കേസുമായി ബന്ധപ്പെട്ടൊക്കെയും ഈ അറസ്റ്റിലായെങ്കിൽ പോലും പിന്നീട് കേസിൽ ജാമ്യത്തിലിറങ്ങുകയായിരുന്നു. ഇത്തരത്തിൽ പല കേസുകളിൽപ്പെട്ട്, മോഷണ കേസുകളിലടക്കം പെട്ട് അകത്തേക്ക് പോകുമ്പോഴും ഈ ഭാര്യ ഇയാളെ ജാമ്യത്തിലെടുക്കാൻ പുറത്ത് സജീവമായി, അല്ലെങ്കിൽ നിയമ നടപടികളിൽ കൃത്യമായി സഹായിച്ചുകൊണ്ട് പുറത്തുണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ പോലീസിന് വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നത്. ഭാര്യ സ്വാഭാവികമായി സ്വർണം വിറ്റ് കിട്ടുന്ന പണം അവരെയാണല്ലോ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അത് ഒരു ഉത്സാഹത്തിന് കാരണമായി എന്ന് വേണമെങ്കിൽ കരുതാം, അല്ലേ? ഇത്രയും പണം 1,43,000 രൂപയൊക്കെ അവിടെ കൊണ്ടാണല്ലോ ഏൽപ്പിക്കുന്നത്. സ്വാഭാവികമായും അതൊക്കെ ആയിരിക്കാം ഈ ഒത്താശ ചെയ്തു കൊടുക്കാൻ പ്രേരകമാകുന്നത്, അല്ലേ? തീർച്ചയായും അതുതന്നെ. ഈ പണം അഹിതമായി പല കോണുകളിൽ നിന്നും വരുന്നു. ഇവർ വളരെ ആഡംബര ജീവിതം നയിച്ചു വരുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഏത് വിധേനയും പണം കൊണ്ടുവരിക, തൻ്റെ കാര്യങ്ങൾ സുഖകരമായി നടക്കുക എന്നത് മാത്രമാണ് ഈ സ്ത്രീ ലക്ഷ്യപ്പെടുന്നത്. സാധാരണഗതിയിൽ ഒരു നിഷ്കളങ്കയായ അല്ലെങ്കിൽ വളരെ ദുർബലയായ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവിന് ആശുപത്രിയിൽ കൊണ്ടുപോകാനായി വീട്ടിൽ നിന്നും അതിവേഗം പുറപ്പെട്ട് ഇറങ്ങിയ ഒരു സ്ത്രീയെ സഹായിക്കാമെന്ന വ്യാജേന കൂട്ടിക്കൊണ്ടുപോവുകയും കൊലപ്പെടുത്തുകയും ചെയ്ത ശേഷം അത്തരത്തിൽ ലഭിച്ച പണം, അല്ലെങ്കിൽ ആ മരിച്ച ശരീരത്തിൽ നിന്നും ഊരിയെടുത്ത സ്വർണം, വിറ്റ് കിട്ടിയ പണം എത്തിക്കുമ്പോൾ സാധാരണഗതിയിലുള്ള ഒരു വീട്ടമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഇവരെ തള്ളിപ്പറയുകയോ പോലീസിലോ മറ്റു നാട്ടുകാരോടോ ബന്ധുക്കളോടൊക്കെ ഈ വിവരം അറിയിക്കുകയോ ചെയ്യാനാവും ശ്രമിക്കുക. പക്ഷേ ഈ പണം ഇവർ മറയ്ക്കാൻ ശ്രമിക്കുന്നു. ഈ പണം ഉപയോഗിച്ച് വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നു. സുഖകരമായി ജീവിക്കാൻ ഈ പണം ഉപയോഗിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇവർ എത്തിയത്. ഇതിനു മുമ്പും പലതവണയും ഇത്തരത്തിൽ മോഷണ വസ്തുക്കളായി, മോഷണ സാധനങ്ങൾ വിറ്റ് ലഭിക്കുന്ന പണമൊക്കെ ഇയാൾ വീട്ടിലേക്ക് എത്തുകയും സുഖകരമായ ജീവിതം ഇവർ നയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇയാൾക്ക് തുല്യമായ ക്രൂരതയുള്ള ഒരു മനസ്സിനുടമയാണ് ഇയാളുടെ ഭാര്യയെന്നും നമുക്ക് കരുതേണ്ടി വരും. മാത്രമല്ല അനീഷ്, മറ്റൊരു പ്രധാന കാര്യം, ഇത്തരം സ്ഥിരം കുറ്റവാളികളെയൊക്കെ കരുതൽ തടങ്കിൽ വെക്കാനൊക്കെ ആവശ്യമായ നമ്മുടെ നിയമങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാപ്പ തടവുകാരുണ്ട്, ചിലരെ പിടിച്ചിരിക്കുന്നു, നാട് കടത്തുന്നു. മറ്റു ചിലരെ കരുതൽ തടങ്കലിൽ വെക്കാൻ ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി അതുവഴിയൊക്കെ കഴിയുന്നതാണ്. പക്ഷേ എന്നിട്ടും ഇത്തരം കുറ്റവാളികൾ, കൊടും കുറ്റവാളികൾ, വയോധികയെ ആക്രമിക്കുക, മറ്റാളുകളുടെ ബൈക്ക് തട്ടിയെടുത്തുകൊണ്ട് പോവുക, ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഇങ്ങനെ ബൈക്കിൽ കയറ്റി ലിഫ്റ്റ് തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ പിന്നെ ഇത്തരം കാപ്പ നിയമങ്ങൾ ചുമത്തി അവരെ ഉള്ളിലടയ്ക്കാൻ പോലീസിന് കഴിയാതെ പോയത് എന്ത് എന്ന വലിയ സംശയം ഒരു വശത്ത് ഉയരുകയാണ്.
ഏതായാലും ഇനിയെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്ന് ശക്തമായൊരു നീക്കം ഉണ്ടാകും എന്ന് നമുക്ക് കരുതാനാകണം. ഒപ്പം തന്നെ ഇനി ആരിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. അനീഷ് സൂചിപ്പിച്ചു ഈ പൈസ മറ്റൊരു സുഹൃത്തിനെ ഏൽപ്പിച്ചു എന്ന്. ആ സുഹൃത്തിനും ഒരുപക്ഷെ ഈ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരിലേക്ക് കൂടിയൊക്കെ അന്വേഷണം എത്ര ഫലപ്രദമായി നീങ്ങുന്നുണ്ട് അനീഷ്? തീർച്ചയായിട്ടും അങ്ങേയറ്റം ചിന്തിക്കേണ്ടതാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ. കാരണം 50-ലധികം കേസുകളിൽ പ്രതിയായ ഒരാൾ സ്വൈര്യവിഹാരം ചെയ്യുകയാണ്. ആ സമൂഹത്തിൽ കരുതൽ തടങ്കൽ, കാപ്പ പോലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ജില്ല വിട്ട് പുറത്ത് താമസിക്കുന്നതടക്കമുള്ള പല കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് ഏതാണ്ട് കൊണ്ടോട്ടി സ്റ്റേഷനിൽ മാത്രം ഇയാൾക്കെതിരെ 15-ലധികം കേസുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയധികം കുറ്റകൃത്യങ്ങളുള്ള ഒരാളുടെ പേരിൽ ചുമത്തപ്പെട്ടെങ്കിലും അയാൾ എങ്ങനെ സ്വൈര്യവിഹാരം നടത്തുന്നു എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ട കേസുകൾ വീണ്ടും കോടതികളുടെ പരിഗണനയ്ക്ക് ചെല്ലുമ്പോൾ എങ്ങനെ ജാമ്യം ലഭിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അതീവ ഗൗരവതരമായ ആലോചനകൾ വേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പഴുതുകൾ അടച്ച അന്വേഷണം പോലീസ് നടത്തുന്നുവെന്നാണ് പോലീസിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ പോയ ഇടങ്ങളിലെല്ലാം വളരെ സൂക്ഷ്മമായി പോലീസ് തെരച്ചിൽ നടത്തുന്നു, അരിച്ചു പെറുക്കി കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം ഇയാൾ അപഹരിച്ച സ്വർണം വിറ്റ ജ്വല്ലറി ഉടമയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾക്ക് സ്വർണം വിൽക്കാനായി സഹായം നൽകിയ ആളുകളെ കസ്റ്റഡിയിലെടുത്തു. കാരണം ഇത്തരം ഈ സ്വർണ്ണ പണ്ടങ്ങളും മറ്റുമൊക്കെ ഈ മോഷണത്തിലൂടെ അപഹരിക്കുന്ന സ്ഥിരമായി ഏറ്റെടുക്കുന്ന ആളുകളാണോ ഇതിന് പിന്നിൽ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും. ഒപ്പം ഈ ഭാര്യയിൽ നിന്ന് പണം വാങ്ങി സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അയൽവാസി പ്രതിയാണോ, അത് അക്കാര്യത്തിലൊരു തീർച്ചയിലേക്ക് എത്താൻ പോലീസിന് കഴിയില്ല. കാരണം അയൽവാസിയായ സ്ത്രീ വളരെ അടിയന്തരമായി കുറച്ച് പണം സൂക്ഷിക്കാൻ ഏൽപ്പിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരികെ നൽകാനൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഇതിന് പിന്നിലൊരു ചതി ഉണ്ടോ എന്ന് അവർ അറിഞ്ഞു കാണുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അവരൊക്കെ ഈ നിയമ സംവിധാനത്തിൻ്റെ പരിധിയിലേക്ക് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതടക്കം എല്ലാ മേഖലകളെക്കുറിച്ചും വളരെ സമഗ്രമായ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തി വരികയാണ്. മനു. യെസ്, അനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഇത്തരക്കാരെ കറങ്ങി നടക്കാൻ പോലീസ് അനുവദിച്ചുകൂടാ. ഇനിയെങ്കിലും ഇതുപോലുള്ള സ്ഥിരം കുറ്റവാളികളെ അല്ലെങ്കിൽ ഇത്ര ദുഷിച്ച മനസ്സുള്ള ക്രൂര മനസ്സുള്ള കുറ്റവാളികളെ നിയമത്തിൻ്റെ കാഠിന്യം പഠിപ്പിക്കാൻ പോലീസിന് ബാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി മറ്റൊരു സുപ്രധാന കേസിലേക്കാണ് നമ്മൾ പോകുന്നത്. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ് ശ്രമിച്ചത് കൂട്ടക്കുരുതിക്കെന്ന വിവരം. കൊല്ലപ്പെട്ട വിജയൻ്റെയും ഭാര്യയെയും കൊലപ്പെടുത്താൻ നിതീഷ് നീക്കം നടത്തിയതായി പോലീസിന് സൂചന ലഭിച്ചു. ഭക്ഷണം പോലും നൽകാതെ ഇവരെ വീട്ടിൽ പൂട്ടിയിട്ടതായാണ് വിവരം. ആഭിചാരക്രിയകളുടെ മറപിടിച്ച് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ വിശ്വാസം നേടിയെടുത്തായിരുന്നു പ്രതി ക്രൂരകൃത്യങ്ങൾ നടത്തിയത്. അതിനിടെ സുഹൃത്തിൻ്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്തതിനും നിതീഷിനെതിരെ കേസെടുത്തു. ചൊവ്വാദോഷം മാറുമെന്ന് വിശ്വസിപ്പിച്ച് ഇയാൾ പ്രതീകാത്മക വിവാഹം നടത്തിയതായും പോലീസ് പറയുന്നു. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. പ്രിൻസ്, നമുക്കറിയാം ഇത് ഈ ആഭിചാരക്രിയ കേരളത്തിൽ ഒരു തവണ വലിയ തോതിൽ ചർച്ചാവിഷയമായ ഒരു സംഭവമാണ്. അതുപോലെയുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുവെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഏതായാലും ഇപ്പോൾ ഈ നിതീഷിനെ സംബന്ധിക്കുന്ന എന്തൊക്കെ സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതലായും പുറത്തു വരുന്നത്? ഒരുപാട് ദുരൂഹത നിറഞ്ഞ ഒരു കേസാണ് കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസ്. ഓരോ ദിവസവും ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ നിലവിൽ ഈ മുഖ്യപ്രതിയായ നിതീഷ് ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള സൂചനകൾ പോലീസ് ലഭിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ നിന്നുമാണ് വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് കൊല്ലപ്പെട്ട വിജയന്റെ ഭാര്യ കൊലപ്പെടുത്താൻ ഇയാൾ ശ്രമിച്ചിരുന്ന അയാളുടെ സൂചന. അത് വിജയന്റെ ഭാര്യയുടെ മരണ ദിവസം അവരുടെ ആയുസ് അടുത്ത ഏപ്രിൽ 15 അവസാനിക്കുമെന്ന് ഇയാൾ കുടുംബത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. ഈ എല്ലാ കാര്യത്തിലും ഈ കുടുംബാംഗങ്ങൾ ഇയാളെ വിശ്വസിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. കൃത്യമായും ഇയാളുടെ അടിമകളായിരുന്ന പോലെയായിരുന്നു ഇവരുടെ പ്രവൃത്തികൾ. അങ്ങനെ ഈ കാര്യവും അവർ വിശ്വസിച്ചു. തുടർന്ന് ഇവരെ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത്. അതായത് കൃത്യമായി ഭക്ഷണം പോലും നൽകിയില്ല. രാവിലെ 2 ദോശയും വൈകുന്നേരം 1 തവി കഞ്ഞിയും മാത്രമാണ് കൊടുത്തിരുന്നതെന്നാണ്
എന്നാണ് ഇവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഇതിനിടെ ക്രൂരപീഡനത്തിനുമൊക്കെ ഇരയാക്കിയിരുന്നു. 2016 ഈ കേസിലെ ആദ്യ സംഭവമായ നവജാത ശിശുവിന്റെ കൊലപാതകം നടക്കുന്നത്. തുടർന്ന് കഴിഞ്ഞ വർഷം വിജയന്റെ കൊലപാതകവും നടന്നു. ഈ വിജയൻ ഈ കുടുംബവുമായി നിതീഷ് അടുക്കുകയും കൃത്യമായും ആഭിചാര ക്രിയകളുടെയും മന്ത്രവാദത്തിലൂടെയും ഒക്കെ ഇവരുടെ പൂർണ്ണ വിശ്വാസം നേടിയെടുക്കുകയും ഇവരെ ഇയാളുടെ അടിമയായി മാറ്റുകയുമായിരുന്നു. താൻ എന്തു പറഞ്ഞാലും അത് അതേപടി അനുസരിക്കുന്ന രീതിയിലേക്ക് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഇയാൾ മാറ്റി. കൃത്യമായും ഇയാളുടെ ഇയാളുടെ ഈ വിജയന്റെ മകനായ വിഷ്ണു വരെയും ഇയാളുടെ കസ്റ്റഡിയിലായിരുന്നു. വിഷ്ണു ഈ സ്ഥലത്ത് കട്ടപ്പന കേന്ദ്രീകരിച്ച് നടത്തിയ പല മോഷണങ്ങളും നിതീഷും വിഷ്ണുവും ചേർന്ന് നടത്തിയിട്ടുണ്ട്. ഈ മോഷണങ്ങളെല്ലാം നടത്തിയത് വിഷ്ണുവായിരുന്നു. എന്നാൽ ഇതിനെല്ലാം നേതൃത്വം വഹിച്ചത് നിതീഷുമായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഇയാളുടെ ഒരു അടിമ എന്ന പോലെയായിരുന്നു ഇവരുടെ ഒരു പെരുമാറ്റം എന്നാണ് പോലീസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചന. എന്നാൽ ഇത് സംബന്ധിച്ച് വിജയൻ കുറച്ചുനാൾ മുമ്പ് പങ്കുവച്ചിരുന്നതും നിതീഷിനെ അകാരണമായി വിശ്വസിച്ചത് മൂലം തന്റെ മക്കളുടെ ഭാവി നഷ്ടമായതായി ഇയാൾ മകളോട് പറഞ്ഞിരുന്നെന്നും അതായത് കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് മകളോട് പറഞ്ഞിരുന്നെന്നും പോലീസിന് ഇവർ കുടുംബാംഗങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ ഒരു കാര്യമായിരിക്കാം ഈ വിജയന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളുണ്ട്. വിജയന്റെ മരണം, നവജാത ശിശുവിന്റെ മരണം, ഒപ്പം ഈ നിതീഷിനെതിരെ ബലാത്സംഗ കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. നിതീഷിന്റെ സുഹൃത്തിന്റെ അമ്മയെ പീഡിപ്പിക്കുകയും ഒപ്പം സുഹൃത്തിന്റെ സഹോദരിയെ പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ. അതായത് കുടുംബാംഗങ്ങൾക്ക് ദോഷമുണ്ടെന്ന് പറഞ്ഞും ഒപ്പം ചൊവ്വാ ദോഷമുണ്ടെന്ന് പറഞ്ഞ് പ്രതീകാത്മകമായ ഒരു വിവാഹമൊക്കെ നടത്തിയാണ് ഇയാൾ പീഡനം നടത്തിയത്. ഒപ്പം ഗന്ധർവ്വൻ പ്രിൻസ്, ഇതൊക്കെ വളരെ മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ചൊവ്വാദോഷമുള്ളതിന് പീഡനം സഹിക്കേണ്ടി വരും എന്നൊക്കെ ഒരു പെൺകുട്ടിയെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നുവെന്നാണ്. അത്രമാത്രം അന്ധവിശ്വാസം നിറഞ്ഞ മനസ്സുകളാണോ നമ്മുടെ നാട്ടിൽ എന്ന് സംശയിച്ചു പോവുകയാണ്. ചൊവ്വാദോഷമുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, വിവാഹ സംബന്ധമായ ചില തടസ്സങ്ങളുണ്ട്, അതിനുവേണ്ടി ഒരു വിവാഹം കഴിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുക, പിന്നെ പീഡനത്തിനിരയാക്കുക, അതും സുഹൃത്തിൻ്റെ അമ്മയെ, സഹോദരിയെ ഒക്കെ ഈ നിലയിലേക്ക് ദുരുപയോഗം ചെയ്യുക. ഒപ്പം മറ്റൊരു പ്രധാന കാര്യം, ഈ വിജയൻ്റെ ഭാര്യയെയും ഇയാൾ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നുവെന്നാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിന് ലഭിക്കുന്ന സൂചന. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം? എന്തിനാണ് ഈ സ്ത്രീയെ കൊലപ്പെടുത്തണം എന്ന് ഇയാൾ കരുതിയത്? മനു, നിതീഷിനെ പൂർണ്ണമായും വിജയനും വിശ്വസിച്ചിരുന്നു. കൃത്യമായും 2016 ശേഷം ഇയാളുടെ എല്ലാ നടപടികൾക്കും വിജയൻ കൂട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വിജയൻ ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറി തന്റെ മക്കളുടെ ഭാവി നശിച്ചു, അത് നിതീഷിനെ താൻ അകാരണമായി വിശ്വസിച്ചുകൊണ്ടാണ് ഇവരുടെ ഭാവി നശിച്ചതെന്നൊക്കെ ഒരു ആശങ്കകൾ ഇയാൾക്ക് ഉടലെടുത്തിരുന്നു. ഇത് മകളുമായി പങ്കുവെക്കുകയും ചെയ്തു. ഇത് പിന്നീട് വിജയന്റെ കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ചിന്ത നിതീഷിനുണ്ടാവും. ഒപ്പം ഇവർ മുൻപ് കട്ടപ്പനയിൽ നിന്ന് വിറ്റ ഒരു വീടുണ്ട്. ആ വീടിന് വിറ്റ പണം എവിടെയെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ആ പണം പൂജയ്ക്കിടെ അപ്രത്യക്ഷമായി എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ആ പണം കണ്ടെത്താൻ പോലീസ് ശ്രമം നടത്തിയെങ്കിലും അത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ പണവും സംബന്ധിച്ചും ദുരൂഹതകളുണ്ട്. ഈ പണം കൈക്കലാക്കാനായിരിക്കാം നിതീഷ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങിയെന്നും കരുതപ്പെടുന്നു. കാരണം കട്ടപ്പന പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് വലിയ വിലയ്ക്ക് വിറ്റ ഭൂമിയാണ്. അതായത് 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ ശേഷം ഇവർ ഈ ഭൂമി വിറ്റാണ് ഇവിടെ നിന്ന് മാറിയ. പിന്നീട് പല സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുകയും അവസാനമായ കക്കാട്ടുകടയിൽ വാടകയ്ക്ക് എത്തുകയും ചെയ്തത്. ഈ പണം എവിടേക്ക് മാറി എന്നത് സംബന്ധിച്ചൊരു കൃത്യത ഇതുവരെയും വന്നിട്ടില്ല. അതായത് ഈ പണം പൂജയ്ക്കിടെ അപ്രത്യക്ഷമായി എന്നാണ് കുടുംബാംഗങ്ങൾ നൽകിയ വിവരം. എന്തായാലും പൂർണ്ണമായും ഇത്തരത്തിൽ ഇവരെ അടിമകളാക്കാൻ, ഈ മന്ത്രവാദത്തിനും ഒപ്പം ആഭിചാര ക്രിയകൾക്കുമൊക്കെ അടിമകളാക്കാൻ നിതീഷിന് സാധിച്ചിരുന്നു. അതോടെ താൻ പറയുന്നത് എന്തും അനുസരിക്കുന്ന രീതിയിലേക്ക് യുവാവായ വിഷ്ണു വരെ ഇക്കാര്യത്തിൽ ഇയാളെ പൂർണ്ണമായും അനുസരിച്ച് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അതാണ് ഈ കുടുംബത്തിന്റെ ഒരു വലിയ അവസ്ഥയ്ക്കും കാരണമായത്. അത് വിജയന്റെ മരണം സംഭവിക്കുന്നു. തുടർന്ന് ഇവർക്ക് മറ്റുള്ളവർക്ക് കൊലപ്പെടുത്താനുള്ള നീക്കവും ഒക്കെ നടക്കുന്നു. അതായത് വിജയന്റെ ഭാര്യ അടക്കം കൊലപ്പെടുത്തി കുടുംബത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് നിതീഷ് കാര്യങ്ങൾ നീക്കിയതെല്ലാം ഇവരുടെ വിശ്വാസം പൂർണ്ണമായും തന്നിലേക്ക് ആകർഷിച്ചാണ് ഇയാൾ ചെയ്തിരുന്നത്. പൂർണ്ണമായും ഇവർ ഇയാളെ അവസ്ഥയിലേക്ക്. ഏതായാലും പ്രിൻസ്, കേരളത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്. നമ്മൾ വിദ്യാഭ്യാസത്തിലും അതുപോലെ പൊതുബോധത്തിലും ശാസ്ത്രബോധത്തിലുമൊക്കെ രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് എന്ന് വലിയ തോതിൽ അഹങ്കരിക്കുമ്പോൾ അതിനിടയിലാണ് ഇത്തരം മന്ത്രവാദികളും ഇത്തരം തട്ടിപ്പ് കക്ഷികൾക്കുമൊക്കെ ആളുകളെ അനാചാരത്തിൻ്റെ പേര് പറഞ്ഞ് പറ്റിക്കാൻ കഴിയുന്നത് എന്നോർക്കുമ്പോൾ
നമുക്ക് ഇതൊക്കെ ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട സാഹചര്യം അടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക് കൂടി പോകാം. കാസർഗോഡ് ഉപ്പളയിൽ ATM-ൽ നിറയ്ക്കാനുള്ള പണവുമായി എത്തിയ വാഹനത്തിൽ നിന്ന് ₹1.5 കോടി കവർച്ച ചെയ്ത സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചു. കവർച്ചയ്ക്ക് പിന്നിൽ കൊട്ടേഷൻ സംഘം ആണെന്ന നിഗമനത്തിലാണ് പോലീസ്. സംഭവത്തിൽ 100-ലേറെ നിരീക്ഷണ ക്യാമറകളാണ് പോലീസ് പരിശോധിച്ചത്. അന്വേഷണം തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ KV ബൈജു നൽകും. ബൈജു, ഈ പണം ഒരാൾ തട്ടിക്കൊണ്ടുപോയി എന്നാണല്ലോ നമുക്ക് നേരത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത്. അപ്പോൾ ഇതൊരു കൊട്ടേഷൻ സംഘം ഇതിന് പുറകിൽ ഉണ്ട് എന്നുള്ള സൂചനകൾ വരുമ്പോൾ കൂടുതൽ ആളുകൾ, വിപുലമായൊരു സംഘം ഇതിന് പിന്നിലുണ്ട് എന്നൊക്കെ പോലീസിന് ഏതു തരത്തിലാണ് സൂചനകൾ ലഭിക്കുന്നത്? മനു, തീർച്ചയായും ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് തമിഴ്നാട്, കർണാടക ഈ 2 സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് ഈ കവർച്ച നടത്തുന്നതിൽ ഒരാളാണ് ഇത്തരത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് കൊട്ടേഷൻ നൽകിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഇത്തരത്തിൽ തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള ഒരു സംഘമാണ് എന്ന അതെ, ഈ തിരുട്ട് ഗ്രാമത്തിൽ നിന്നുള്ള സംഘങ്ങൾ ഇങ്ങനെ കേരളത്തിലെത്തുകയും പലതരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും പിന്നെ അവർ സുഖമായി തിരിച്ചു പോവുകയും ചെയ്യുന്ന വിവരമുണ്ട്. അവർക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ അതിനെ സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ സഹായകമാകുന്ന കണ്ണികളുണ്ട്. പലപ്പോഴും ഇവർ ഇവിടെ ജയിലിലെത്തുമ്പോൾ അവർ ഇവിടുത്തെ കുറ്റവാളികളുമായി ബന്ധപ്പെടുന്നു. പിന്നെ ആ ബന്ധം ഉപയോഗിച്ച് പുതിയ കുറ്റകൃത്യങ്ങളിലേക്ക് നീളുന്നു. ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു, വരുന്നു, ഇത്തരം കൊള്ളയും കാര്യങ്ങളും നടത്തുന്നു, തിരിച്ചു പോകുന്നു. ഇവരെ പിടിക്കാനായി ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ പോലീസ് വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്നു. കാരണം ഒരു ഗ്രാമമൊക്കെ മുഴുവനായും അവരുടെ നിയന്ത്രണത്തിലാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് ഇപ്പോൾ കേരളത്തിൽ കുറ്റകൃത്യങ്ങൾക്കായി പല സംസ്ഥാനങ്ങളിൽ നിന്നും നിയോഗിക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കാസർഗോഡ് ഉപ്പളയിൽ ATM-ൽ നിറയ്ക്കാനുള്ള പണം കൊണ്ടുപോയ വാഹനത്തിൽ ₹1.5 കോടി ലോക്കറിൽ നിന്ന് എടുത്തു മാറ്റിയ ശേഷം എടുത്ത് സീറ്റിൽ വെക്കുന്ന ഘട്ടത്തിലാണ് ഈ തട്ടിപ്പറി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും KV ബൈജു എന്നോടൊപ്പം വീണ്ടും ചേരുന്നു. ബൈജു, ഈ പ്രത്യേക അന്വേഷണ സംഘം ഏതായാലും ഇതിൽ രൂപീകരിച്ചിട്ടുണ്ട്. അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഉണ്ട് എന്ന് തന്നെയല്ലേ സൂചനകൾ ലഭിക്കുന്നത്? തീർച്ചയായും ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ കാസർഗോഡ് ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഒരു 4-അംഗ സംഘമാണ് ഇപ്പോൾ പ്രധാനമായും ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ നേരത്തെ കർണാടക കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസിന് ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതികളാണ് ഇത്തരത്തിൽ ഈ കൃത്യം നടത്തിയതെന്നാണ്. കാരണം ഈ കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ച് ഇത്തരത്തിലൊരു കവർച്ച നടത്തി എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ എന്തായാലും അന്വേഷണമുള്ള ഒരു സംഘം, പോലീസ് സംഘം ഇപ്പോൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഒപ്പം കർണാടകയിലും വലിയ തോതിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഇയാൾ ഇത്തരത്തിൽ കവർച്ച നടത്തിയ ശേഷം ഇയാൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയാണ് ഇയാളുടെ വാഹനത്തിന്റെ അരികിലേക്ക് എത്തുന്നത്. പിന്നീട് ഈ വാഹനം എടുത്ത് കർണാടകയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഉപ്പള, കുമ്പള തുടങ്ങിയ പ്രദേശങ്ങളിലെ CCTV ക്യാമറകൾ, കൃത്യമായി 100ഓളം CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതുകൂടാതെ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക തെളിവുകൾ ലഭിച്ചത്. ഇത്തരത്തിൽ തമിഴ്നാട്ടിലേക്കുള്ള അന്വേഷണം കൂടി പോലീസ് വ്യാപിപ്പിച്ചത്. എന്തായാലും ഈ പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇയാളുടെ ചിത്രം വ്യക്തമായി ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും പ്രതിയെ ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിലൊരു ബുദ്ധി കേന്ദ്രമാണുള്ളത്. അയാൾ കൊട്ടേഷൻ ഏൽപ്പിച്ചതാണ് ഇത്തരത്തിൽ എന്ന രീതിയിലാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചന. എന്തായാലും ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ പട്ടാപ്പകൽ ATM-ലേക്ക് നിറയ്ക്കാൻ കൊണ്ടുവന്ന ₹1.5 കോടി വാഹനത്തിന്റെ ഗ്ലാസ് തകർത്ത് ഇങ്ങനെ കവർ ചെയ്ത ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും വലിയ ഞെട്ടിക്കുന്ന സംഭവം തന്നെയായിരുന്നു ഈ നടന്നത്. എന്തായാലും ₹1.5 കോടി ഈ വാഹനത്തിനകത്തുണ്ടായിരുന്നു. 50 ലക്ഷം ഒരു ATM-ലേക്ക് നിറക്കാൻ എടുത്തപ്പോൾ മറ്റ് 50 ലക്ഷം ഈ സീറ്റിൽ മുകളിൽ ഡ്രൈവറെ തൊട്ട് പിറകിലുള്ള സീറ്റിന് മുകളിൽ വെക്കുകയായിരുന്നു. ഇവിടുന്നാണ് ഈ സംഭവം കവർ ചെയ്തത്. അതായത് ഈ വാഹനം നേരത്തെ തന്നെ ഈ മോഷ്ടാവ് കൃത്യമായി നിരീക്ഷിച്ചു വന്നു എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണത്തിന് ശേഷം തന്നെയായിരിക്കണം ഈ കവർച്ച നടന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും ഈ മംഗലാപുരം പോലുള്ള
സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് പ്രതികൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു എന്നതാണ് കാസർഗോഡ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സംഘങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് സംബന്ധിച്ച് ഏതായാലും CCTV ദൃശ്യങ്ങൾ വലിയ ഗുണകരമായി എന്നും KB ബൈജു റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ഇവിടെ സമാപിക്കുന്നു. നാളെ കൂടുതൽ വ്യത്യസ്തമായ വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.